നിങ്ങൾ ഏത് പരാതിയെ കുറിച്ചാണ് പറയുന്നത്? ഉന്നത കുലജാതർ ഭരിച്ചാൽ ആദിവാസികൾക്ക് നീതി ഉണ്ടാകുമെന്ന് അപ്പൊ ഈ ഉന്നത കുലജാതരുടെ പിട്ടൂരത്തിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് പരാതി ഉണ്ടാവുന്ന താങ്കൾ ഈ പറയുന്നത്? താങ്കൾ പിന്നെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വിദേശ നിക്ഷേപം സ്വീകരിച്ചു വന്നത്, വിദേശ നാണ്യം വർധനവ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ രൂപയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2014 നിങ്ങളുടെ നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന നേതാവിന്റെ കഴിവുകേടാണെന്നല്ലേ പറഞ്ഞത്, രൂപയുടെ മൂല്യം ഇടിയുന്നത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിവുകേടിന്റെ പരകോടിയിലെത്തി നിൽക്കുകയല്ലേ, രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? വിദേശ നാണ്യം ഇങ്ങനെ സ്വീകരിച്ച് കുന്നുകൂട്ടുന്നുണ്ടെങ്കിൽ, മേക്ക് ഇൻ ഇന്ത്യയിലൂടെ കുന്നുകൂട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നത്? പിന്നെ നിങ്ങൾ പറയുന്നത് കപ്പൽ നിർമ്മാണം ഒക്കെ ഉണ്ടാക്കിയത് ഈ മേക്ക് ഇൻ ഇന്ത്യ വന്നതിന് ശേഷമാണെന്ന്. അതിനു മുമ്പ് ഈ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ വിറപ്പിച്ച് വിട്ടിട്ടില്ല, ഈ രാജ്യം പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടില്ല, ഈ രാജ്യം ബംഗ്ലാദേശിന് രൂപം കൊടുത്തിട്ടില്ല, ഈ രാജ്യം അതിർത്തിയിൽ നിന്ന് വരുന്ന യാതൊരു വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിട്ടിട്ടില്ല. ഇവിടെ കപ്പലുണ്ടായില്ല, ഇവിടെ വിമാനം ഉണ്ടായില്ല, ഇവിടെ പട്ടാളക്കാർക്ക് തോക്കും ഉണ്ടായില്ല. ഇതെല്ലാം വന്നത് 2014 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. എന്തൊക്കെയാണ് സോമൻ സാറേ ഈ പറയുന്നത്? സോമൻ വേഗം മറുപടി. അതിനുശേഷം എനിക്ക് റഹീമിലേക്ക് പോകണം, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമാകുന്നു. ജിൻഡോ INS വിക്രാന്തിനെ കുറിച്ച് അംഗീകരിക്കാൻ തയ്യാറല്ല. ജിൻഡോ ഇവിടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് അംഗീകരിക്കാൻ തയ്യാറല്ല. മോദി വിരുദ്ധതയാവാം ശ്രീ ജിൻഡോ, പക്ഷെ ദേശവിരുദ്ധതയാവരുത്. നമ്മുടെ നാട്ടിലെ തൊഴിൽ സമൂഹം ഇത് കാണുന്നുണ്ട്. ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തിയ ചെറുപ്പക്കാർ ഇത് കാണുന്നുണ്ട് ശ്രീ ജിൻഡോ. ചാണകത്തെ കുറിച്ച് പറയുമ്പോ കേരളത്തിലാണല്ലോ ഇവിടെ നരബലി നടക്കുന്നത്. ജിൻഡോ കാണുന്നില്ലേ നരബലി? നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണല്ലോ ഈ കേരളം ഭരിക്കുന്നത്. ഇവിടെ നരബലി നടക്കുന്നതിൽ നാണം തോന്നുന്നില്ലേ ശ്രീ ജിൻഡോയ്ക്ക്? അത് തോന്നുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ പറയുകയാണോ എന്താണ് അച്ഛനെയും അമ്മനെയും ചുട്ടുകൊല്ലുകയാണ് ഈ കേരളത്തിൽ? അതങ്ങ് കാണുന്നില്ലേ ജിൻഡോ? ജിൻഡോ അങ്ങ് പ്രസംഗിച്ചു പോകുമ്പോ മോദി വിരുദ്ധതയാവാം, പക്ഷേ ഈ നാടിന്റെ വികസനത്തെ അങ്ങ് കാണാതെ പോകണ്ട, അങ്ങനെ കാണാതെ പോകണ്ട ജിൻഡോ. അറിയാൻ മനസ്സിലായില്ലേ? അങ്ങ് പ്രസംഗിച്ചു പോക്കോളൂ. പക്ഷേ ജനങ്ങൾ ഇത് കാണുന്നത് കൊണ്ടാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ജിൻഡോ? ഡൽഹി ഇലക്ഷനിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ശ്രീ സോമൻ സഹകരിക്കണം, ജിൻഡോ സഹകരിക്കണം. അവസാനമായി ശ്രീ എ റഹീം. ശരി ഡോക്ടർ ജിൻഡോ, ശരി അവസാനമായി ശ്രീ എ റഹീം. എപ്പോഴും BJPയുടെ പിടിവള്ളി എന്ന് പറയുന്നത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരെ സംശയിക്കുന്നു, പക്ഷേ സുപ്രീം കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടില്ല എന്നാണ്. അതിനുള്ള മറുപടി എന്താണ്? ഇല്ല, നിയമ സംവിധാനത്തെ ആകെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന അഭിപ്രായമൊന്നും ജിൻഡോ പ്രകടിപ്പിച്ചതുപോലെ എനിക്കില്ല, ഞങ്ങളുടെ പാർട്ടിക്കുമില്ല. എന്നാൽ നിയമ സംവിധാനത്തിൽ നിന്ന് വരുന്ന ചില തെറ്റായ വിധികളെ ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട്. അത് വിമർശനത്തിന് അതീതവുമല്ല. പക്ഷേ പ്രശ്നം ഇവിടെ അതല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ലീഗൽ ഫൈറ്റ്, ഇപ്പോൾ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയാണ് കേരള ഗവൺമെൻറ് തന്നെ. നിയമത്തെ ആ നിലയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. ബുൾഡോസർ രാജിനെതിരെ സഖാവ് ബൃന്ദ കാരാട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ സംഫല വിഷയങ്ങൾ നിർത്തിവെക്കുന്നതിൽ ഞാൻ അപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീ സോമനോട് ചില BJPയുടെ പ്രതിനിധിയോട് ചില കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട്. 2 കാര്യങ്ങളാണ്, സമയമില്ലാത്തതുകൊണ്ട് അത്രേ പറയുന്നുള്ളൂ. ഒന്ന്, അദ്ദേഹം നേരത്തെ പറഞ്ഞു പാരമ്പര്യത്തിലും ഭാരതീയ സംസ്കാരത്തിലും ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ്. എന്താണ് സാറേ ഈ ഭാരതീയ സംസ്കാരം? ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ ക്രക്സ് എന്താണ്? വസുധൈവ കുടുംബകമല്ലേ? രാമായണത്തിൻ്റെ ബേസ് എന്താണ്? നിങ്ങൾ പറയുന്ന രാമായണത്തിൻ്റെ ബേസ് എന്താണ്? അത് അന്യനെ കൊല്ലലല്ലോ.